നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഈ ചർച്ച വളരെ അഭിമാനകരമായ ഒരു വിജയം കോൺഗ്രസും യു ഡി എഫും നേടിയതിന് ശേഷം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടികൂടുന്നത് നാണംകെട്ട പരിപാടിയാണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. എന്നാൽ സി പി എമ്മിനെ പോലെയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെ പോലെയോ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത, ഏതെങ്കിലും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി, അതിൽ ആർക്കും അഭിപ്രായം പറയാൻ പോലും അധികാരമോ സ്വാധീനമോ ഇല്ല എന്നുള്ളതല്ല യു ഡി എഫിലെ അവസ്ഥ. അഭിപ്രായങ്ങൾ പറയുവാനും മറ്റുമൊക്കെ അവസരമുണ്ട്. ഇത് തന്നെയാണ് ജനാധിപത്യം എന്ന് അഭിപ്രായം പറയുന്നവരും ഉണ്ട്. ഏതിരുന്നാലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വടംവലിയാണ്. പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ്. ഇവിടെ ആരാണിപ്പോൾ മുഖ്യമന്ത്രിയായി വരിക എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സീനിയോറിറ്റി നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത പല ചരിത്രങ്ങളും കോൺഗ്രസിനുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ ജനപിന്തുണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ എന്ന നായകൻ, പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയകളാണ് ഇപ്പോൾ ഈ യു ഡി എഫിന് ഇത്രയും വലിയ ഒരു വിജയം ഉണ്ടാക്കിക്കൊടുത്തത് എന്ന കാര്യത്തിൽ കേരള ജനതയ്ക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിൽ സ്റ്റാറായി, ജനങ്ങളുടെ മനസ്സിൽ സ്റ്റാറായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തവണകളായി ഉയർന്നു വരുമ്പോഴും സിനിമാ മേഖലയിലുള്ളവരും കലാരംഗത്തുള്ളവരും സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളും അടങ്ങുന്ന കേരളത്തിലെ ജനത മുഴുവനും അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജനങ്ങളെയൊക്കെ വെറുപ്പിക്കുന്ന രീതിയിൽ വേറൊരാളെ മുഖ്യമന്ത്രിയാക്കുക, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്. കാരണം കർണാടകയിൽ നമുക്കറിയാം, ഇത്തരത്തിൽ ഡി കെ ശിവകുമാർ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഒരു തിരഞ്ഞെടുപ്പ് വളരെ വലിയ വിജയം, ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കർണാടക മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല, അഭിമാനകരമായ ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുകയും അങ്ങനെ ഭരണം പിടിക്കുകയും ചെയ്തപ്പോൾ ഡി കെ ശിവകുമാറിനെ തഴയുകയും പകരം സീനിയോറിറ്റി നോക്കിക്കൊണ്ട് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ രാജസ്ഥാനിലും ഈ പ്രശ്നം ഉണ്ട്. സച്ചിൻ പൈലറ്റിനെ തഴയുകയും അവസാനം അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തതും അങ്ങനെ വളരെ വലിയ സംഭവ വികാസങ്ങൾ നടന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ മധ്യപ്രദേശിലും ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോവുകയും അവിടെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അന്ന് അത് എത്തിയിട്ടുണ്ട്. ഇവിടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറിയുടെ, അതായത് കോൺഗ്രസിന്റെ ദേശീയ നേതാവിന്റെ പേര് ഉയർന്നു വരുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലരെങ്കിലും അഭിപ്രായം പറയുന്ന നാണംകെട്ട പരിപാടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് തിരഞ്ഞെടുക്കുന്നത് അത് ഹൈക്കമാൻഡാണ്. അത്തരത്തിൽ കേരളത്തിലെ പ്രവർത്തകരായ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ച 2016 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും പരാജയത്തെ തുടർന്ന് 21 മുതൽ 26 വരെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ഇവിടെ ഉള്ളപ്പോൾ അങ്ങ് ഹൈക്കമാൻഡിൽ നിന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ്. കാരണം ഇവിടെ ഹൈക്കമാൻഡാണ് ആര് മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിക്കേണ്ടത് എങ്കിൽ ആ ഹൈക്കമാൻഡിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇതിൻ്റെ ഗുണഭോക്താവാകുന്നത് അത് സാധാരണ പ്രവർത്തകർക്ക്, കോൺഗ്രസിലെ സ്റ്റേറ്റിലെ സംസ്ഥാന പ്രവർത്തകർക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കെ സി വേണുഗോപാൽ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വടം വലിക്കുന്നുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഇത് സുധാകരന്റെ ഒരു കളിയാണ്. അത്തരത്തിൽ സുധാകരന് മത്സരരംഗത്ത് അവസരം നിഷേധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ തീർച്ചയായും അതിന്റെ പിന്നിൽ വി ഡി സതീശനാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വി ഡിക്കും കേരള ഈ നേതാക്കന്മാർക്കും വേണ്ട, എനിക്ക് കിട്ടാത്തത് അവർക്കും കിട്ടേണ്ടതില്ല, അത് കെ സിക്ക് കൊടുക്കാം എന്ന ഉദ്ദേശത്തിൽ നിന്നാണ് അത്തരത്തിൽ പേര് പൊങ്ങി വരുന്നത്. കെ സി വേണുഗോപാൽ അതിന് തയ്യാറാകും എന്ന് തയ്യാറായി നിൽക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും വലിയ പ്രതിഷേധത്തിന് കേരള ജനങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ MLA-മാരുടെ പിന്തുണ, അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്ന നിലക്ക് ഭാവിയും MLA-മാരുടെ ഭാവിയും മറ്റുമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഭയപ്പാടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഭാവി പുഷ്ടിക്കുവാൻ വേണ്ടിയുള്ളതോ ആയ ആത്മാർത്ഥതയില്ലാത്ത പിന്തുണയാകും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. അപ്പം KC വേണുഗോപാലിനെ ഒഴിച്ചു നിർത്തിയാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരു പോരാട്ടം വരും. ആ ഒരു സ്ഥിതിയിൽ കോൺഗ്രസിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ കേരള ജനതയെ വെറുപ്പിച്ചുകൊണ്ട് കേരള ജനതക്ക് പിന്തുണയില്ലാത്ത കോൺഗ്രസിനെ 5 വർഷം നയിച്ച് പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ പരാജയം ഏറ്റുവാങ്ങിയ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും മുൻകാല പരിചയവും അദ്ദേഹം ഒരുപാട് പ്രാവശ്യം മന്ത്രിയായതും മറ്റും ഒരുപാട് പ്രാവശ്യം നിയമസഭാ അംഗമായതും കോൺഗ്രസിന്റെ പല സ്ഥാനങ്ങൾ വഹിച്ചതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ VD സതീശൻ പറഞ്ഞത് ഞാൻ ഒരു രീതിയിലും മന്ത്രിസഭയിലേക്ക് ഞാനില്ല, മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. അപ്പോൾ പിന്നെ വരുന്ന മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് കർണാടകയിൽ നടന്നതുപോലെ തന്നെ 2.5 വർഷം രമേശ് ചെന്നിത്തലക്കും 2.5 വർഷം VD സതീശനും കൊടുത്തുകൊണ്ട് ഒരു അനുനയിപ്പിക്കൽ മാത്രമാണ് പിന്നീട് നടക്കുക. പക്ഷേ കർണാടകയിൽ അത്തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും 2.5 വർഷത്തിന് ശേഷവും DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. അപ്പൊ ആ അനുഭവ സമ്പത്തും മറ്റുമൊക്കെ അറിയാവുന്ന VD സതീശൻ ഈ ഒരു രീതിയിൽ അനുനയിപ്പിക്കുവാൻ സമ്മതിക്കുമോ എന്നുള്ളത് നോക്കിക്കാണുക തന്നെ വേണം. VD സതീശൻ ഇല്ലാതെ മന്ത്രിസഭ രൂപീകരിക്കുവാൻ കോൺഗ്രസിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുമാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം നാം മനസ്സിലാക്കുന്നത് സാദിഖലി തങ്ങളും മറ്റുമൊക്കെ പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവണമെന്നാണ് അവരുടെയും അഭിപ്രായം എന്നാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഈ മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ സീനിയോറിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാവുമെങ്കിലും ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF-നും കോൺഗ്രസിനും ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിജയം നേടിക്കൊടുത്ത ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നതിന് സമാനമാണ്. ശരിയാണ്, കോൺഗ്രസിൽ അത് ഹൈക്കമാൻഡിനാണ് ആരാണ് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും യഥാർത്ഥ ഹൈക്കമാൻഡ് അത് ജനങ്ങളാണ് എന്ന് കോൺഗ്രസ് ആലോചിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്കെതിരായ ജനഹിതത്തിനെതിരായ ഒരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 5 വർഷത്തിന് ശേഷവും തിരഞ്ഞെടുപ്പ് വരും എന്ന കാര്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആലോചിക്കുകയും ചിന്തിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട VD സതീശനാണോ, ജനപിന്തുണ നോക്കിക്കൊണ്ട് VD സതീശനോ, അതല്ല സീനിയോറിറ്റി നോക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.